ഇപ്പോൾ ഐ വി എഫിൻ്റെ ഏജും സക്സസ് റേറ്റും തമ്മിലുള്ളൊരു ബന്ധം പറയും. ഐ വി എഫ് സ്റ്റെപ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ കോസ്റ്റും റിപ്പീറ്റ് ഐ വി എഫിന് സെയിം റേറ്റ് ആണോ? അത് ഐ വി എഫ് എത്ര നാൾക്കുള്ളിൽ തീരും? ഈ തിരക്കുള്ളവർ ചോദിക്കാറുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് റെസ്റ്റ് വേണോ? എത്ര ഐ വി എഫ് വരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? സർഗസിക്കൊക്കെ ഫെസിലിറ്റി അതിൻ്റെ കോസ്റ്റ് ഐ വി എഫ് ആണോ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ട്രീറ്റ്മെൻറ്റിൽ? ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്കൊരു ഡോണർ അല്ലെങ്കിൽ സർഗറ്റ് ഒക്കെ വേണ്ടി വരുന്നത്? എല്ലാവരും ഐ വി എഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ സഹിതം പറയുന്നത് നിങ്ങളുടെ കുഞ്ഞായിരിക്കത്തില്ല. ഈവൻ പേഷ്യൻസിന്റെ പോലെ ആ ഡൗട്ടാണ് എപ്പോഴും. അതിനെ പറ്റി ഒന്ന് പറയാമോ? എംബ്രിയോ ഫ്രീസ് ചെയ്യുന്ന വർഷങ്ങൾ കഴിയുന്നതോറും അതിന്റെ ക്വാളിറ്റി കുറയുമോ? എംബ്രിയോ ഗ്രേഡിങ്ങിനെ പറ്റി ഇത്ര വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇത്ര ആഴ്ചകൾ വളരെ കുറവ് ആഴ്ചകളുള്ള കുഞ്ഞുങ്ങളെ വരെ ഈ നിക്യൂല് നിങ്ങൾ മാനേജ് ചെയ്തിട്ട് ഇനി തിരിച്ച് മറ്റു ടോപ്പിക്കിലേക്ക് വരാണെങ്കിൽ ഇപ്പൊ ഐ വി എഫിന്റെ ഏജും സക്സസ് റേറ്റും തമ്മിലുള്ളൊരു ബന്ധം പറയാം. എപ്പോഴും യങ്ങർ ഏജ് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഫീമെയിൽ ഏജ് യങ്ങർ ആയിരിക്കുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് സക്സസ് റേറ്റിൽ. പുരുഷന്മാർക്ക് അത്ര ഒരു വലിയ പ്രശ്നമില്ല, ഏജ് വലിയ പ്രോബ്ലം ഇല്ല. എന്നാലും സ്ത്രീകൾക്കാണ് ഏജ് ഒരു വലിയൊരു മേജറായിട്ടുള്ളത്. ഏജ് ഇപ്പോൾ AMH കുറവാണെങ്കിൽ പോലും ഏജ് ഒരു 28-30 താഴെയൊക്കെ ആണെങ്കിൽ റിസൾട്ട് നല്ലതാണ്. ഇപ്പോൾ 40 കൂടുതലൊക്കെ ആകുമ്പോൾ AMH നോർമൽ ആണെങ്കിൽ പോലും ഏജ് കൂടുതലായത് കാരണം നമുക്ക് റിസൾട്ട് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഏജ് ഒരു മേജർ ക്രൈറ്റീരിയ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളപ്പുറം ഏജ് ഒരു മേജർ ക്രൈറ്റീരിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് IVF ചെയ്യാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറയും, പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ നമ്മൾ കൊടുത്തുകൾ 2-3 വർഷം കഴിയുന്നത് വെച്ചാൽ റിസൾട്ട് മോശമായിരിക്കും. എന്തായാലും നമ്മൾ IVF ചെയ്യാൻ വേണം, റിസൾട്ട് മോശമായിരിക്കും. അതുകൊണ്ട് ചെയ്യാനുള്ള തീരുമാനം തന്നെ പെട്ടെന്ന് ചെയ്യാം. ഞങ്ങൾക്കറിയാം ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മെഷീനിൽ ഇങ്ങനെ ഇട്ടതുപോലെ പെട്ടെന്ന് എല്ലാം ചിലവരെ അങ്ങ് നടക്കും. ഒരുപാടായിട്ട് ലാഗ് ചെയ്യിപ്പിക്കത്തില്ല. ഫസ്റ്റ് ടൈം കാണാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു റൂട്ടീനായിട്ട് എല്ലാം പോകും. സലൈൻ ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ നല്ല തിരക്കാണ്. അപ്പം അത് എന്തെങ്കിലും അതിന് തിരക്ക് മാറ്റാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർക്ക് നേരെ കാണാൻ പറ്റുമോ എന്നൊക്കെ പല ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് ആക്ച്വലി നമ്മൾ തിരക്കല്ല ആക്ച്വലി പ്രധാനം. നമ്മൾ ടൈം എടുത്താണ് ഓരോ പേഷ്യൻറ്റിനെ നോക്കുന്നത്. ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്യാബിനിൽ വന്നു കഴിഞ്ഞാൽ ഒരു കപ്പിള് അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അവർക്കൊരു ഫസ്റ്റ് ടൈം വരുമ്പോൾ പ്രത്യേകിച്ചും അവർക്കൊരു ചികിത്സ നിശ്ചയിച്ച് അതൊക്കെ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സമയമെടുക്കും. ചിലർക്ക് 10 മിനിറ്റ് മതിയാവും, ചിലർക്ക് 1 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്തൊരു രോഗിയോട് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ആർക്ക് വേണം 10 മിനിറ്റ്, ആർക്ക് വേണം 1 മണിക്കൂർ എന്ന് അറിയാനും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇനി അത് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഒരാൾക്ക് 10 മിനിറ്റ് വെച്ച് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ചികിത്സയ്ക്ക് അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യാത്തത്. പലപ്പോഴും എൻ്റെ പലയിടത്തെ ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചില പേഷ്യൻസും ഇപ്പോൾ വരുന്നവർക്ക് ഇപ്പം മിക്കവാർക്കും എല്ലാവർക്കും അറിയാം കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ അവർക്ക് വരുമ്പോഴും അവരുടെ നമുക്ക് കൊടുക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ പിന്നെ അവർക്കൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഈ ഒരു വന്നിട്ട് ഒരിക്കൽ പോലും വരാതിരിക്കുന്നവർക്കാണ് ഇച്ചിരി കംപ്ലയിൻ്റ് ഉള്ളത്. ഇപ്പം പക്ഷേ വലിയ കംപ്ലയിൻ്റ് ഒന്നും വലിയ പറയാറില്ല. ബഹുഭൂരിപക്ഷം ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് വല്ലപ്പോഴും പറയാറുള്ളൂ. അവർക്കെല്ലാം അറിയാം. കാരണം നമ്മൾ സമയം വേസ്റ്റ് ആക്കുന്നതല്ല, ആവശ്യമില്ലാതെ കാര്യം ചെയ്യുന്നതല്ല, അവർക്ക് തന്നെയാണ് സമയം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ടൈം കൂടുതലുണ്ട്. അത് ഒരുപാട് തിരക്കുള്ളതുകൊണ്ടല്ല മാത്രമല്ല. ഇപ്പൊ കോവിഡ് തുടങ്ങിയ സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് പഴയതിനെക്കാട്ടി കുറച്ച് കൂടുതൽ തിരക്കാന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് അറിയില്ല, ഇപ്പൊ ജസ്റ്റ് കൂടുതൽ തിരക്കാണ് വരുന്നത്. പിന്നെ ഈ IVF ഈ സബൈൻ ഹോസ്പിറ്റലിൽ ഏത് ഏജ് വരെയാണ് മാക്സിമം IVF സക്സസ് ആയിട്ടുള്ളത്? നമുക്ക് സ്വന്തം എഗ് വെച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു 44 ഇയേഴ്സ് വരെ. 44 എല്ലാ സക്സസ് ആവില്ല. നമ്മൾ 44 ഉണ്ടായിട്ടുണ്ട്, 43 ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഗുഡ്. 44 ശേഷം സ്വന്തം എഗ് വെച്ച് സക്സസ് ആയിട്ടുള്ള കുറവാണ്. ഇതിന്റെ ഒരു എത്തിക്കൽ ഇതെങ്ങനെയാണ്? ഒരുപാട് ഏജ് വരെ ഉള്ളവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് ഏജ് ഉള്ളവർ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏജ് കൂടുതൽ AMH വരുന്നവർക്ക് നമ്മൾ എഗ് ഡൊണേഷനാണ് ഓഫർ ചെയ്യുന്നത്. അതായത് വേറൊരു സ്റ്റേഡിൽ നിന്ന് എഗ് എടുത്ത് അവരുടെ ഹസ്ബൻഡ് സ്പേം ഇഞ്ചെക്ട് ചെയ്ത് എംബ്രിയോ ഉണ്ടാക്കി അത് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ കുറച്ച് IVFൻ്റെ കുറേ ഗൈഡ് ലൈൻസ് വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് ഏജിൻ്റെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഏജ് എൻ്റെ അത് ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അത് ലോ ആയിട്ടില്ല. IVFൻ്റെ ഡ്രാഫ്റ്റ് റൂൾസ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും വേണമെങ്കിൽ ചിലർ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റാണെങ്കിൽ 50 years ആണ് വെച്ചോണ്ടിരിക്കുന്നത്. ഒരു എഗ് റിട്രീവൽ കൊണ്ട് എത്ര എഗ്സ് കിട്ടുന്നതാണ് IVFന്റെ ചാൻസ് കൂട്ടുന്നത്? അത് ഒരുപാട് കൂടുതൽ എഗ്സ് കിട്ടി. പോളിസിസ്റ്റിക് ഓവറി ചിലപ്പോൾ ഒരുപാട് എഗ്സ് കിട്ടും. പക്ഷേ ഈ M2 എന്ന് പറഞ്ഞാൽ നല്ല എഗ്സാണ്. ചിലപ്പോൾ ആ M2ൻ്റെ എണ്ണം കുറവായിരിക്കും.
അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-20 എഗ് കിട്ടുന്നതിൽ താഴെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. 20, 30, 40 എഗ് കിട്ടുന്നതിന് വലിയൊരു ബെനിഫിറ്റ് തോന്നിയിട്ടില്ല. അത്ര എംബ്രിയോസ് കിട്ടാൻ നല്ല ക്വാളിറ്റി ഇല്ല. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കൊരു 15 to 20 eggs ആണ് നമുക്കൊരു താല്പര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഈ IVF-ന് ഇപ്പോൾ എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് എത്ര എംബ്രിയോ ഇടുമെന്ന് എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിസിലാണ് തീരുമാനിക്കുന്നത്? ഇവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട്. യൂഷ്വലി നമ്മൾ എംബ്രിയോ കിട്ടിയാൽ ഡേ 3 എംബ്രിയോസ് ആണെങ്കിൽ 3 എണ്ണവും, ബ്ലാസ്റ്റോസിസ് ആണെങ്കിൽ 1 അല്ലെങ്കിൽ മാക്സിമം 2 ആണ് യൂഷ്വലി ചെയ്യുന്നത്. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ. പിന്നെ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കും അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യും. ചില പേഷ്യൻസ് പറയും എനിക്ക് ഒരു എംബ്രിയോ ഇട്ടാൽ മതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ബ്ലാസ്റ്റോസിസ് അവർ 2 എണ്ണം ഇടാൻ പറയും, അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും. പക്ഷെ 3-ൽ കൂടുതൽ ഡേ 3 എംബ്രിയോ, 2-ൽ കൂടുതൽ ബ്ലാസ്റ്റോസിസോ ഇടാറില്ല. അത് പേഷ്യൻ്റ് റിക്വസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇടാറില്ല. കാരണം വെച്ചാൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടാകുന്ന ഭയങ്കര. IVF ഇഞ്ചക്ഷൻസ് എന്തിനെ ബേസ് ചെയ്താണ്? നമ്മുടെ ഹോർമോണൽ വാല്യൂസിനെ ബേസ് ചെയ്താണോ അതോ എല്ലാവർക്കും സെയിം ഇഞ്ചക്ഷൻ? അല്ല, IVF ഇഞ്ചക്ഷൻസ് നമ്മൾ പല അസുഖങ്ങൾക്കും പലതാണ്. ഫോർ എക്സാമ്പിൾ എൻഡോമെട്രിയസിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല നമ്മൾ പോളിസിസ്റ്റിക് കൊടുക്കുന്നത്. AMH കൂടുതലുള്ള ആൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ല AMH കുറവുള്ള ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡോസും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഈ ആൻഡ്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ എത്ര ഫോളിക്കുലുണ്ട് അതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഡോസും അതിൻ്റെ ഡ്രഗ് നിശ്ചയിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു അല്ലേ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് അല്ല. എന്താണ് IVF-ൽ വരുന്ന മെയിൻ മെഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അതെന്താണ് ചെയ്യുന്നത്? IVF-ൽ ബേസിക്കലി ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ 2 പ്രോട്ടോകോളാണ് യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്ന് ലോങ് പ്രോട്ടോകോൾ, പണ്ടേ യൂസ് ചെയ്യുന്നത്. 2 ആൻറ്റഗോണിസ്റ്റിക് പ്രോട്ടോകോൾ. ഈ രണ്ടിൻ്റെയും ബേസിക് വ്യത്യാസം എന്ന് വെച്ചാൽ ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടോകോളിൽ ഒരു അഡ്വാൻറ്റേജ് ഈ IVF-ൽ സാധാരണ ഉള്ള ഒരു മേജർ ഒരു പ്രോബ്ലം ഹൈപ്പർ സ്റ്റിമുലേഷൻ, ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. അതാണ് IVF-ലുള്ള ഒരു പ്രോബ്ലം. ചില ആൾക്കാർക്ക് IVF-ൽ എഗ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഫ്ലൂയിഡ് ഇങ്ങനെ വയറ്റിൽ കണ്ടില്ലേ, അതിനാണ് ഹൈപ്പർ സ്റ്റിമുലേഷൻ പറയുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഗ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഇഞ്ചക്ഷൻ തന്നെ HCG-യും ലുപ്രൈഡ് 2 ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. ആ HCG ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണ് ഈ ഹൈപ്പർ സ്റ്റിമുലേഷൻ വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പോൾ നമുക്ക് HCG ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ആ ഡേ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഹൈപ്പർ സ്റ്റിമുലേഷൻ വരാൻ സാധ്യതയുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്കറിയാം കൂടുതൽ ഫോളിക്കിൾസ് ഉണ്ടാവും, പിന്നെ ഹോർമോൺ ടെസ്റ്റ് E2 ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് HCG പകരം നമ്മൾ ലുപ്രൈഡ് അഗനിസ്റ്റ് ട്രിഗർ എന്ന് പറയും, അത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്, ഉണ്ടാവില്ലെന്ന് പറയാം. അത് ചെയ്യുമ്പോൾ നമ്മൾ എംബ്രിയോ എടുത്ത് ഫ്രീസ് ചെയ്ത് 1 മാസം 1-2 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഇല്ല, ആ പ്രശ്നം സോൾവ് ആവും. പല ആൾക്കാരും ഈ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തൊരു ബേബിയെ കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ലെങ്കിലും നമുക്കൊരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് നമ്മളിപ്പോൾ ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടോകോൾ. ലോങ് പ്രോട്ടോകോൾ പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പോഴും ചില ആൾക്കാർ യൂസ് ചെയ്യുന്നത് ലോങ് പ്രോട്ടോകോളാണ്. അതും അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന്. പക്ഷെ അതിൻ്റെ ചെറിയ റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ HCG ട്രിഗർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ സൈക്കിൾ വേണ്ടതല്ല. അപ്പോൾ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന പ്രോബ്ലം അതാണ്. ബേസിക്കലി 2 തരം പ്രോട്ടോകോൾസ് ഉണ്ട്, 2 തരം മെഡിക്കേഷൻസ് ആണ്. ഹോർമോൺ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നതെല്ലാം രണ്ടൊക്കെ സെയിം തന്നെ. ട്രിഗറും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രിപ്പറേഷനും ആണ് വ്യത്യാസമുള്ളത്. IVF സ്റ്റെപ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ കോസ്റ്റിൻ്റെ ആ ഒരു ഡിവിഷൻസ് എങ്ങനെയാണ് വരുന്നത്? IVF സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ IVF-നെ നമ്മൾ ഡിസൈഡ് കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്രോട്ടോകോളാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഡിസൈഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടോകോൾ ആണെങ്കിൽ പീരിയഡ്സ് സെക്കൻഡ് ടൈം വന്നാൽ മതി. ലോങ് പ്രോട്ടോകോൾ ആണെങ്കിൽ അതിന് മുമ്പിൽ 1 മാസം മുമ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അത് OCPL, അതായത് ഗർഭനിരോധനമാണ് ഗുളിക കഴിച്ച് 17-ാം ദിവസം തൊട്ട് ഡൗൺ റെഗുലേഷൻ എന്ന് പറയും. ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീണ്ടും പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ എഗ് ഉണ്ടാവാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഏത് പ്രോട്ടോകോളെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ രണ്ടും പ്രിപ്പയർ ചെയ്ത് സെക്കൻഡ് ഡേ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ നമ്മൾ സ്കാനും നോക്കി ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് അവർക്ക് അവരുടെ ഏത് മരുന്നാണോ ഇഞ്ചക്ഷൻ ഡിസൈഡ് ചെയ്ത് ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കും. ചിലപ്പോൾ ഡോസ് 150 തൊട്ട് 450 വരെ നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡെയിലി അവർക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി എടുക്കാനാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 7th ഡേ വരാറുള്ളൂ. സെക്കൻഡ് ഡേ വന്നാൽ പിന്നെ യൂഷ്വലി 7th ഡേ അല്ലെങ്കിൽ 6th ഡേ അന്നത്തെ സ്കാൻ നോക്കിയിട്ട്
ആ ഫോളിക്കിളിൻ്റെ വളർച്ച അനുസരിച്ച് ഇഞ്ചക്ഷൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതിനുശേഷം പിന്നെ സ്കാനിൻ്റെ ബേസിസിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. എന്നിട്ട് ഈ ഫോളിക്കിളിൻ്റെ ഒരു സൈസ് ആയി കഴിയുമ്പോൾ ഫോളിക്കിളിൻ്റെ മെച്ചുറേഷന് വേണ്ടി ട്രിഗർ ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ട്രിഗർ ഇഞ്ചക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ HCG HCG അല്ലെങ്കിൽ ലുപ്രൈഡ് കൊടുത്തതിന് ശേഷം 34 to 36 hours ആകുമ്പോൾ നമ്മൾ പിക്കപ്പ് ചെയ്യും. പിക്കപ്പ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആ എഗ്ഗ് എടുത്ത് എംബ്രിയോളജി ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സെമനെടുത്ത് എഗ്ഗിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് മിക്സ് ചെയ്ത് എംബ്രിയോ ഉണ്ടാക്കും. എംബ്രിയോ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ 3 ദിവസം തേർഡ് ഡേ അല്ലെങ്കിൽ 5th ഡേ, ഈ 5th ഡേ 5 ദിവസം വളർത്തുന്നതിന് കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതിന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ 3rd ഡേ നോക്കും, 2nd ഡേ ഫെർട്ടിലൈസേഷൻ ഉണ്ടോ നോക്കും, 3rd ഡേ നോക്കിയിട്ട് നമുക്ക് ഒന്നി അതിനെ ഫ്രീസ് ചെയ്യും. പിന്നെ ചിലതിന് കുറച്ചുകൂടി ബ്ലാസ്റ്റോസിസ്റ്റ് ആക്കാൻ വയ്ക്കും. അതൊക്കെ ഓരോന്നും ഡിഫറെൻറ്റ്, എത്ര എംബ്രിയോ കിട്ടിയെന്നും എത്ര കിട്ടിയെന്നൊക്കെ അനുസരിച്ചാണ് നോക്കി ബ്ലാസ്റ്റോസിസ്റ്റ് ആക്കാൻ ട്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ആ മാസം ട്രാൻസ്ഫർ ചെയ്യണോ അതല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫർ ചെയ്യണോ. അപ്പോൾ യൂഷ്വലി നമ്മളിവിടെ കൂടുതലും നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്തിട്ട് സബ്സിക്വൻറ്റ് മാസങ്ങളിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ OHSSൻ്റെ പ്രോസസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട്സും ബെറ്റർ എപ്പോഴും മിക്ക കേസുകളിൽ നമുക്ക് പിന്നീട് ചെയ്യുന്നതാണ് നല്ലത്. പലരും ചോദിക്കാറുണ്ട് IVF എത്ര നാൾക്കുള്ളിൽ തീരും, ഈ തിരക്കുള്ളവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലർക്ക് ഗൾഫിൽ നിന്ന് 1 മാസം നിൽക്കുന്നവർക്ക് നമ്മൾ പറ്റുമെങ്കിൽ ആ മാസം ട്രാൻസ്ഫർ ചെയ്ത് നോക്കും. അല്ലാത്തവർക്കാണ് നമ്മൾ ഈ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ എൻഡോമെട്രിയം തിക്നെസ് ഒക്കെ നോക്കിയിട്ടല്ലേ ഇടുന്നത്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻഡോമെട്രിയം തിക്നെസ് നോക്കിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എൻഡോമെട്രിയം തിക്കല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റേ ഇല്ല. കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിന് മെയിൻ കോസ്റ്റ് വരുന്നത് 1 മെഡിസിൻസിൻ്റെ കോസ്റ്റ്, 2 എംബ്രിയോളജിയുടെ കോസ്റ്റ്. എംബ്രിയോളജിക്കും ഇതുപോലെ മീഡിയയും ഡിസ്പോസബിൾസ് യൂസ് ചെയ്യണം. പിന്നെ ബാക്കി പിക്കപ്പിൻ്റെ കോസ്റ്റും എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കോസ്റ്റും ഒക്കെയാണ്. ഇതെല്ലാം കൂടെ ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഒരു മെൻസിൻ്റെ 2nd ഡേ, അതായത് വന്നു കഴിഞ്ഞാൽ 2ാം ദിവസം തൊട്ട് എംബ്രിയോ ട്രാൻസ്ഫർ വരെയുള്ള ഇഞ്ചക്ഷൻസ്, ബാക്കി പിക്കപ്പിൻ്റെ ചാർജ്, എംബ്രിയോളജിയുടെ ചാർജ്, അതായത് ഫിക്സ് ചെയ്യുന്ന ചാർജും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള ദിവസത്തിലുള്ള എല്ലാ ചാർജസും 85,000 ചാർജ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മെഡിസിൻ്റെ അളവ് കൂടുതൽ വേണ്ടി വരും, ചിലർ കുറവായിരിക്കും. എന്നാൽ നമ്മൾ പാക്കേജ് ചെയ്യുന്ന കാര്യം പേഷ്യൻ്റ് അവർക്കൊരു പ്ലാൻ ചെയ്ത് വരാം. നമ്മൾ വന്നിട്ട് പോകുന്നില്ല, കുറച്ച് പേര് 50,000 കൂടുതൽ അടയ്ക്കുന്നത് പറയുന്നത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, അവർ പ്ലാൻ ചെയ്യാതെ വരുന്നതാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സക്സസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്, വലിയ കുഴപ്പമില്ല. ചില ആൾക്കാർ കുറച്ച് കൂടുതൽ വേണ്ടി വരും, ചിലർ കുറച്ച് മതിയാവും, അങ്ങനെയൊക്കെ വെച്ച് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. 85,000 പ്ലാനാണ്. ഇതില്ലാതെ ചിലപ്പോൾ ഇത് എക്സ്ട്രാ വരുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ഹിസ്റ്റോസ്കോപ്പി ചെയ്യേണ്ടി വന്നാൽ അതൊരു എക്സ്ട്രാ ചാർജ് വരും. എംബ്രിയോ ഫ്രീസിങ് അതിൻ്റെ കൂടെ ഉൾപ്പെടുമോ? എംബ്രിയോ ഫ്രീസിങ്ങും ഇതിൽ ഉൾപ്പെടും. ഫ്രീസിങ്ങും നല്ല വീഡിയോ വെച്ച് ചെയ്യുന്നതും അതിൽ ഈ പാക്കേജ് അത് ഉൾപ്പെടും. കൂടുതൽ എംബ്രിയോസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ട്രാൻസ്ഫർ വരെയുള്ള ഉൾപ്പെടും. നമ്മൾ ഫ്രീസിങ്ങിന് അത് കഴിയുമ്പോൾ ചിലപ്പോൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിനുള്ള ചാർജസ് വാങ്ങിക്കും. എംബ്രിയോ ഫ്രീസ് ചെയ്യുന്നതാണോ ഫ്രഷ് എംബ്രിയോ ആണോ കൂടുതൽ സക്സസ്ഫുൾ? യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കൂടുതൽ റിസൾട്ട് വരുന്നത് സേഫറാണ്. OHSS പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാമായിട്ട് നമുക്ക്, കാരണം നമുക്ക് എൻഡോമെട്രിയം നോക്കി നല്ല എൻഡോമെട്രിയം വരുന്ന സമയത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് IVFന് സെയിം റേറ്റ് ആണോ അത് കുറച്ച് നമ്മൾ കുറയ്ക്കും? റിപ്പീറ്റ് IVF നമ്മളൊരു യൂഷ്വലി 70,000 ചാർജ് ചെയ്യാറുള്ളൂ. ഇതേ പ്രൊസീജിയർ മുഴുവൻ ചെയ്യുന്നതിന് 70,000 ചാർജ്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് കഴിയുന്നൊക്കെ ആവുമായിരിക്കും, പക്ഷെ എന്നാലും പേഷ്യൻ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എങ്ങനെയെങ്കിലും നമ്മൾ അവർക്ക് പ്രഗ്നൻസി ആയി കൊടുക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്കത് വലിയൊരു ലോസ് ഒന്നും അല്ല. കാര്യം ഒരാളുടെ കിട്ടുന്ന വേറെ ആളുടെ കോമ്പൻസേറ്റ് കിട്ടാറുണ്ട്, വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് 3rd ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചെയ്യാറുണ്ട്, 40,000 ചെയ്യാറുണ്ട്. സബൈൻ ഹോസ്പിറ്റലിൽ നല്ല കുറവാണ് IVFന്റെ റേറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നത്? അതിൻ്റെ റീസൺ വെച്ചാൽ നമ്മുടെ എത്ര സൈക്കിൾസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്ക് ഒരുപാട് സൈക്കിൾ ചെയ്യുന്നുണ്ട്. അതായത് മാസം ഒരു 350 to 400, ചില സമയത്ത് 400 കൂടുതലും പിക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെഡിസിൻസ് യൂസ് ചെയ്യണം, ഡിസ്പോസ് യൂസ് ചെയ്യണം, മീഡിയൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു നല്ല ബാർഗെയിൻ കിട്ടും. നല്ല കമ്പനികളുടെ നല്ല മെഡിസിൻസൊക്കെ ആണെങ്കിൽ നല്ല ബാർഗെയിൻ കിട്ടും. പലരുടെയും കിട്ടുന്നതിനെക്കാട്ടും കുറച്ച് തന്നെയാണ് നമുക്ക് കിട്ടുന്നതാണ് തോന്നുന്നത്. ആ കിട്ടുന്നത് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുകയും ചെയ്യും നമ്മൾ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്പനി അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ കൂടുതൽ പേഷ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവരും ആ ലെവലിൽ നമുക്ക് കോസ്റ്റ് കുറച്ച് തന്നെ
ഈ മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ. പിന്നെ കൂടുതൽ നമുക്കൊരു എംബ്രിയോളജി നല്ലൊരു ടീമുണ്ട്. എംബ്രിയോളജി ടീമും നമ്മളെല്ലാം ഫുൾ സാലറിയാണ്. അപ്പോൾ അവർക്ക് ഓരോ കേസിന് ചില സ്ഥലങ്ങളിൽ എംബ്രിയോളജി ഇങ്ങനെ ഒരു കേസ് എത്രയാണെന്ന് കൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെയല്ല. അതും ഫ്രീലാൻസിങ് നമ്മുടെ ഇൻഹൗസ് അടുത്ത് ഫ്രീലാൻസിങ്. ഇവിടെ ഇൻഹൗസ് ആയിട്ട് നമുക്ക് 6 എംബ്രിയോളജിസ്റ്റ് ഉണ്ട്. എല്ലാവരും നല്ല ട്രെയിൻഡാണ്. മിക്കവരും പഠിച്ച് വന്നവരാണ്. അതുകൊണ്ട് അതും ആ ഫീൽഡിൽ നമുക്കിത്. പിന്നെ പിക്കപ്പ് ചെയ്യുന്നതും എൻ്റെ വൈഫും 7 ദിവസം ഇവിടെ തന്നെ സ്റ്റാഫാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് എക്സ്ട്രാ ഒരു ചാർജസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ ചാർജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. മീഡിയയ്ക്ക് വളരെ കുറച്ച് നമുക്ക് കിട്ടുന്നത്, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു പ്രോഫിറ്റ് നമ്മൾ പേഷ്യൻസിന് ഡിസമിനേറ്റ് ചെയ്യുന്നു, പേഷ്യൻസിന് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് റെസ്റ്റ് വേണോ? അപ്പം സ്ട്രെങ്സ് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടും അങ്ങനത്തെ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടോ? കഴിഞ്ഞിട്ട് IVF ട്രാൻസ്ഫർ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് അഡ്വൈസ് ചെയ്യാറില്ല. റെസ്റ്റ് എടുക്കരുതെന്ന് നമ്മൾ പറയുന്നത്. സാധാരണ എന്തൊക്കെ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതേപോലെ അങ്ങ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറയാറില്ല, ഇവിടെ താമസിക്കാനോ പറയാറില്ല, അവരുടെ ജോലിക്ക് പോകണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നോ അതെല്ലാം ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യും. ഞാൻ നേരെ തിരിച്ച് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് കറക്റ്റ് അഡ്വൈസ്, ഇത് ഫോളോ ചെയ്യുക. തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സ്ട്രെങ്സ് എക്സസൈസ് എടുക്കുന്നത്, ഹെവി വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ എടുക്കണ്ട. ഹെവി വെയിറ്റ് എടുക്കണ്ട, അതൊക്കെ വേണമെങ്കിൽ ഒരു ഒഴിവാക്കുന്നതിന് കുഴപ്പമായിരിക്കും. റുട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ ജോബ്, അതെല്ലാം നമുക്ക് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കിടന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അവിടെ കിടക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കാലങ്ങളായിട്ടുള്ള സെയിം IVF പ്രൊസീജിയർ തന്നെയാണോ ഇപ്പോഴും ചെയ്യുന്നത്? അത് കൂടുതലായിട്ട് IVF പ്രൊസീജിയറിനെ സക്സസ്ഫുൾ ആക്കാനുള്ള പുതിയ പ്രൊസീജിയേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം ഈ IVFന്റെ റിസൾട്ട്സിനും ഇതിനും ഡെയിലി ചേഞ്ചസ് വരും. എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ചെയ്ത് നമുക്ക് തോന്നുമ്പോഴൊക്കെ നമ്മൾ റിസൾട്ട് ബെറ്റർ ആണെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും. അത് മുതൽ ഇവിടെ തന്നെ ഒരു മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്. എല്ലാ മാസത്തെ റിസൾട്ട്സും അവർ റിവ്യൂ ചെയ്യും. അനുശ്രീ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ആ റിസൾട്ട്സിൻ്റെ ഇൻപുട്ട് വെച്ച് നമ്മൾ പല പല കാര്യങ്ങളും മാറ്റും. ചിലപ്പോൾ പല കാര്യങ്ങളും മാറ്റും. മീഡിയ ചിലപ്പോൾ മാറ്റും, റിസൾട്ട് മോശമാണ്. ഈവൻ എംബ്രിയോ ട്രാൻസ്ഫർ കത്തീറ്റർ മാറ്റും, റിസൾട്ട് മോശമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാ മാസവും നമ്മൾ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ, ഈവൻ നമ്മൾ എയർ കണ്ടീഷണർ ടെമ്പറേച്ചർ വരെ നമ്മൾ ഓരോ സ്റ്റഡി ചെയ്തിട്ടാണ്. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ വരെ നമ്മൾ ഓരോ മാസവും ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട്സ് മോശം തോന്നുന്ന റിസൾട്ട് മാറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ്സ് ഓൺ ഗോയിങ് സ്റ്റഡി ആൻഡ് ഓൺ ഗോയിങ് പ്രൊസീജിയറാണ്. ഇപ്പോൾ മീഡിയ, മെഡിസിൻ എല്ലാം നമ്മൾ അതനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മാറ്റിക്കൊണ്ടിരിക്കും. അവിടെ റിസർച്ച് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഓൺ ഗോയിങ് റിസർച്ച് ഉണ്ട്. എപ്പോഴും നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് എംബ്രിയോളജി ലാബിൽ അവരെപ്പോഴും കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കും. മീഡിയ അവർ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടെങ്കിൽ മാറ്റും. പിന്നെ പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ മാറ്റും. ഇപ്പം നമ്മൾ എംബ്രിയോസ്കോപ്പ് എന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എംബ്രിയോസ്കോപ്പ് വെച്ചാൽ നമ്മൾ ഈ എംബ്രിയോ എക്സ് ചെയ്തിട്ട് ആ എംബ്രിയോസ്കോപ്പിനകത്ത് വെച്ചാൽ റിയൽ ടൈം നമുക്ക് കാണാൻ പറ്റും ആ എംബ്രിയോ വളരുന്നത്. അപ്പോൾ 5th ഡേ വരെ 5 ഡേ എംബ്രിയോയിൽ നമ്മൾ ആ എംബ്രിയോ ഡിസ്റ്റർബ് ചെയ്യാതെ മീഡിയ ഒന്നും മാറ്റാതെ നമുക്ക് ഓരോ ദിവസവും ആ എംബ്രിയോ ഇങ്ങനെ വളരുന്നത് കണ്ട് 5th ഡേ വരെ ഇരിക്കാം. പിന്നെ ആ എംബ്രിയോസ്കോപ്പിൽ വേറെ അഡ്വാൻറ്റേജ് ഉള്ളത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ എംബ്രിയോയിൽ തന്നെ ഏത് എംബ്രിയോ ആണ് ഇംപ്ലാന്റേഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിച്ച് ആ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ ഉണ്ട്. അതാണ് എംബ്രിയോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ട് പല പേഷ്യൻസിനും. ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ 4 IVF ചെയ്തു, 8 IVF ചെയ്തു എന്നൊക്കെ. അപ്പോൾ എത്ര IVF വരെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? അങ്ങനെ സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഇല്ല. 8 ഒക്കെ വരുന്നത് റെയറാണ്. പക്ഷേ എന്നാലും നമ്മൾ വരുമ്പോൾ ഇപ്പോൾ 8 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫെയിൽ എന്നൊരു കോസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നിട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനൊരു ചേഞ്ച് ചെയ്ത് പിന്നെ ഒരു ചെയ്യും. ചിലപ്പോൾ 8 ഇവിടെ ആയിരിക്കും ചെയ്ത്, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ 3-4 ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് കോസ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂട്രസിൻ്റെ കോസം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർഗസി ചെയ്യാൻ പറയും. ചിലപ്പോൾ AMH വളരെ കുറവാണെങ്കിൽ 8 ഫെയിൽ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഇനി ഡൊണേഷൻ ചെയ്യാൻ പറയും. പിന്നെ സർഗസി ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ സർഗസിക്ക് കോസ്റ്റ് വരുന്നത് ഈ
ഡെലിവറി വരെയുള്ള ചാർജസാണ്. സർഗേറ്റിനുള്ള പൈസ, സർഗേറ്റിൻ്റെ ഏജൻറ്റിനുള്ളൊരു കമ്മീഷനുണ്ട്, പിന്നെ ലീഗൽ ഫീ ഉണ്ട്, കുറേ ലീഗൽ വർക്കുണ്ട്. പിന്നെ ഈ സർഗേറ്റിനെ അവരുടെ IV ഫിക്സ് ചെയ്യണം. പിന്നെ സർഗേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവരൊരു സർഗേറ്റ് ഹൗസിലാണ് താമസിക്കുക. അവർക്കുള്ള ഫുഡ്, അവർക്കുള്ള മെഡിസിൻസ്, ഇതെല്ലാം സിസ്റ്ററിനോ ഇല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ അതും കോസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാം കൂടെയുള്ള ട്രീറ്റ്മെൻറ്റ് കോസ്റ്റാണ് 13.5 lakhs ചാർജ് ചെയ്യുന്നത് കംപ്ലീറ്റ്. അപ്പോൾ അവരുടെ എല്ലാം കുട്ടിയാണ്. അതാണ് സർഗസി യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ 8 തവണ IVF ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ആണല്ലോ പിന്നെ ഓവറിക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതൊക്കെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? വലിയൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ പീരിയഡ് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്താൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതൊരു സ്റ്റഡീസ് അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളത് സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ഓവർ പീരിയഡ് ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ നിർത്തണമെന്നൊന്നും പറഞ്ഞ ഗൈഡ് ലൈൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ 8 മണിയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്കായിരിക്കത്തില്ല പിന്നെ ചെയ്യുന്നത്, അവരെ ഇൻട്രോഡക്ഷനൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. IVF ആണോ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം ട്രീറ്റ്മെന്റിൽ? അതോ IVF-ന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റും? IVF സക്സസ് ആയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? IVF സക്സസ് ആയില്ലെങ്കിൽ IVF PGS ചെയ്യും. അത് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ സർഗസി ചെയ്യും. ഓരോ കേസ് ഡിപ്പെൻഡ്. സർഗസി അല്ലെങ്കിൽ ഇഗ്നോറേഷൻ ചെയ്യും. അതും സക്സസ് ആയെങ്കിൽ അഡോപ്ഷൻ. ഇതെല്ലാം ട്രീറ്റ്മെന്റ് ഇത് നമ്മളൊരു ഫുൾ അവർക്കുള്ള ഇതില്ലേ. നമുക്ക് പ്രഗ്നൻസി ആവാൻ പറ്റില്ല എന്നുള്ള പ്രശ്നപ്പെടുത്ത് അഡോപ്ഷൻ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ സർഗസി അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ ഡൊണേഷൻ അഡ്വൈസ് ചെയ്യും. അല്ല നമ്മൾ ചുമ്മാ പോലും ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാനുള്ള അഡ്വൈസ് നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ. എക്സീം IVF തന്നെയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. പിന്നെ ഏത് കേസിലാണ് അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്കൊരു ഡോണർ അല്ലെങ്കിൽ സർജറി ഒക്കെ വേണ്ടി വരുന്നത്? ഡോണർ എഗ്ഗ് വേണ്ടി വരുന്നത് നമ്മുടെ AMH വളരെ കുറവായിട്ട് നമുക്ക് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ്. അപ്പോൾ ഏജും കൂടുതൽ AMH കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ ഡോണർ എഗ്ഗിലോട്ട് പോകും. അതേപോലെ സ്പേംസും നമ്മൾ ടെസ്റ്റിസ് സ്പേംസ് ടീസ അല്ലെങ്കിൽ മൈക്രോട്ടിസ വഴി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. ടെസ്റ്റിസ് സൈസ് വളരെ കുറവാണ്, FSH വളരെ ഹൈ ആണ്. ഈ തവണ നമ്മൾ ഡോണർ സ്പേമും ചെയ്യണം, നിർബന്ധിതരാകും. പിന്നെ സർഗസി എന്ന് പറയുമ്പോൾ യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ് സർഗസി ചെയ്യുന്നത്. യൂട്രസിൽ ഒന്ന് വലിയ അഡിനോമയോസിസ്, വലിയ ഫൈബ്രോയിഡ്സ് വന്ന യൂട്രസ് പ്രഗ്നൻസി ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത. പിന്നെ ഉള്ളത് സർവൈക്കൽ ഇൻകോമ്പറ്റൻസ്. നമ്മൾ റിപ്പീറ്റഡ് പ്രഗ്നൻ്റ് ആവുന്നുണ്ട്, പക്ഷേ 5 മാസം 6 മാസം പ്രസവിച്ച് പോകുന്നുണ്ട്, സ്റ്റിച്ചിട്ടാൽ കൂടി. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ സർഗസി പറയും. അടുത്തതൊരു മിത്ത് ബസ്റ്റ് ചെയ്യാനാണ്. അതായത് എല്ലാവരും IVF എന്ന് കേൾക്കുമ്പോൾ തന്നെ ബന്ധുക്കൾ സഹിതം പറയുന്നത് നിങ്ങളുടെ കുഞ്ഞായിരിക്കത്തില്ല. അപ്പം ഈവൻ പേഷ്യൻസിന്റെ പോലെ ആ ഡൗട്ടാണ് എപ്പോഴും. അതുകൊണ്ടാണ് പലരും IVF-ന് മടിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വേറെ നിവൃത്തിയില്ലെന്ന് കാണുമ്പോഴാണ് IVF-ന് ആൾക്കാർ വരുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് ചില സ്ഥലങ്ങളിൽ മിത്സ് ഉണ്ടായിരിക്കാം. അത് പറയില്ലാത്തവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതും പിന്നെ പല ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കത്തില്ല. കാര്യം ഇവിടെ ഓരോന്നിനും ഡബിൾ വിറ്റ്നസിങ് എന്നൊരു സംഭവമാണ് ചെയ്യുന്നത്. വിറ്റ്നസിങ് ചെയ്യണം ഓരോ പ്രൊസീജിയറിനും, അതെല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അതുമാതിരി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കൊണ്ട് ലോസ് ഒക്കെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാനുള്ളൊരു സാധ്യത ഇല്ല, ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരിക്കലും പറയേണ്ട കാര്യമില്ല. വിറ്റ്നസ് ചെയ്യാൻ നോക്കി ഓരോ സ്ഥലത്തും ഒരാൾ നോക്കണം, പിന്നെ അതൊന്ന് കാണണം. പിന്നെ അവരെ ഇപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പോലും 2-3 പ്രാവശ്യം നോക്കി പേര് വരെ കൺഫേം ചെയ്തിട്ടും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു മാറിപ്പോകാനുള്ളൊരു സാധ്യത വളരെ ഇല്ല, ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. അത് ഇപ്പം ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരാറുണ്ട്, ഇതിനെപ്പറ്റി ഒന്ന് ഡോക്ടറിനോട് ചോദിക്കാമോ? ഒരിക്കലും അങ്ങനെ വരില്ല. കാര്യം വിറ്റ്നസിങ് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പോഴും. അതിന് സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പം പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് അതിനുവേണ്ടി. അപ്പോൾ അത് ഒരിക്കലും അത് ബാർകോഡൊക്കെ ഉണ്ട്, എംബ്രിയോ സ്പേമൊക്കെ ഉള്ള ബാർകോഡുണ്ട്. അത് വെച്ച് നമുക്ക് ഒരിക്കലും ബാർകോഡ് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഈവൻ IVF അങ്ങനെയാണ്. പിന്നെ എംബ്രിയോ ഫ്രീസിങ്ങിനെ പറ്റി ചോദിക്കട്ടെ, അതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? അപ്പം എംബ്രിയോ ഫ്രീസ് ചെയ്യുന്നത് കൊണ്ട് അപ്പം അതിന്റെ എത്രയാണ്? അതിന്റെ എക്സ്പയറി പോലെ വരുന്നുണ്ടോ? ഇല്ല, എംബ്രിയോ ഫ്രീസിങ് നമ്മളിവിടെ പാക്കേജിലായതുകൊണ്ട് എംബ്രിയോ ഫ്രീസിങ് ആ പാക്കേജിലൂടെ വരും. പിന്നെ എംബ്രിയോ ഫ്രീസ് വെക്കുന്ന 6 മന്ത്സിലേക്ക് അത് കഴിഞ്ഞ് വെക്കണമെങ്കിൽ മാത്രം അവർ
എനിക്കൊന്ന് ഇയർലി 10,000 ഞങ്ങൾ ചാർജ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇയർലി 10,000 എംബ്രിയോ വയ്ക്കുന്നതിന് അത്രേ ഉള്ളൂ. ഇയർലി 10,000 കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര വർഷം വരെ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഈ എംബ്രിയോ ഒരുപാട് ക്യാൻസർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെക്കാനുള്ള സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പഴയ എംബ്രിയോസൊക്കെ നമ്മൾ അവർ വിളിച്ച് ചോദിച്ചിട്ട് ഒന്നീ ഡിസ്കാർഡ് ചെയ്യാൻ ഒരു കൺസെൻറ്റ് വാങ്ങിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിശ്ചിത നാൾ കഴിഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാനുള്ള പെർമിഷൻ ഓൾറെഡി വാങ്ങിച്ച് വെക്കും. എന്നാൽ പോലും നമ്മൾ എംബ്രിയോ അല്ലേ എത്ര വാല്യൂബിൾ സാധനം, എംബ്രിയോയുടെ ഏറ്റവും വാല്യൂബിൾ ആ സാധനം നമ്മൾ ഡിസ്കാർഡ് ചെയ്യല്ല. അവരെ വിളിച്ച് റിപ്ലൈ കിട്ടിയിട്ട് ഡിസ്കാർഡ് ചെയ്യാറുള്ളൂ. ചിലർ വന്നിട്ട് ഇവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്തിട്ട് അവരതുവരെയുള്ള ഫ്രീസിങ് ചാർജ് അടച്ചിട്ട് പോകും. അപ്പോൾ ഈ എംബ്രിയോ ഫ്രീസ് ചെയ്യുന്ന വർഷങ്ങൾ കഴിയുന്നതോറും അതിന്റെ ക്വാളിറ്റി കുറയുമോ? ഇല്ല, കുറയില്ല. അപ്പം ഈ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു ദമ്പതികൾക്ക് ഓൾറെഡി കുറച്ച് എംബ്രിയോസിൽ കുട്ടികളായെങ്കിൽ പിന്നെ അവർക്ക് ഈ അടുത്ത സെറ്റ് വെക്കണമെങ്കിൽ IVF പോലത്തെ സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പോൾ ഓൾറെഡി വൺസ് IVF ചെയ്തു, ഒരു സെറ്റിൽ എംബ്രിയോസ് ആയി, അപ്പോൾ നെക്സ്റ്റ് സെറ്റ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതിന് ഫുൾ ഒരു IVF പ്രൊസീജിയർ പോലെ അതിന് ജസ്റ്റ് വന്നിട്ട് എൻഡോമെട്രി മാത്രം പറയാൻ മതിയല്ലോ. ജസ്റ്റ് വന്ന് പീരീഡ് സെക്കൻഡ് ഡേയിൽ വന്നിട്ട് എൻഡോമെട്രി പ്രോഗ്രാം കൊടുത്ത് എൻഡോമെട്രിക്കായ ട്രാൻസ്ഫർ ചെയ്യാം. അത് ഒരു വലിയ പ്രൊസീജിയറേ വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പൊ അത് ഇപ്പം ഒരു കുട്ടികളായവർക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് വീണ്ടും ചെയ്യാൻ? നമ്മൾ 1.5 years കഴിയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിന് ശേഷം, ഫസ്റ്റ് ബേബിയുടെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിന് ശേഷം പീരിയഡ്സ് വന്നു തുടങ്ങി 1.5 years കഴിയുമ്പോൾ ചേരാൻ പറയാം. ഒരുപാട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബേബി അത് സക്സസ്ഫുൾ ആവുന്നുണ്ടോ? ഒരുപാട് സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഈ ഗ്രേഡിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? എംബ്രിയോ ഗ്രേഡിങ് മോർഫോളജിക്കൽ ഗ്രേഡിംഗ് ആണ്. ഗ്രേഡ് 1 ആണ് ഏറ്റവും ബെസ്റ്റ് എംബ്രിയോ. ഗ്രേഡ് 2 കുഴപ്പമൊന്നുമില്ല. സക്സസ് റേറ്റിനെ പറ്റി അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ ഗ്രേഡ് അതിലൊരു പ്രശ്നം ഗ്രേഡ് ആൾക്കാരുടെ വിചാരം ഗ്രേഡ് 1 ആണ് നല്ല സക്സസ്, ഗ്രേഡ് 2 സക്സസ് കുറവ്, ഗ്രേഡ് 3 മോശം. അങ്ങനെയൊന്നും ഇല്ല. ഗ്രേഡ് 1 കുറച്ചുകൂടി നല്ല എംബ്രിയോണ് കുറച്ച് സക്സസ് ഉണ്ടെന്നേ ഉള്ളൂ. ഗ്രേഡ് 3ക്ക് സക്സസ് ആവില്ല എന്നൊന്നുമില്ല. എത്രയും സമയം നമ്മൾ ഗ്രേഡ് 3 എംബ്രിയോസ് നല്ല എംബ്രിയോസ് സക്സസ് ആവാറുണ്ട്. മാത്രമല്ല ഗ്രേഡ് 1 എപ്പോഴും സക്സസ് വരണമെന്നില്ല. പിന്നെ നമുക്കൊരു ഗ്രേഡിങ് എന്നത് മോർഫോളജിക്കൽ ഗ്രേഡിങ് നമ്മൾ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അല്ല, ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഗ്രേഡ് 3 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിചാരിക്കണ്ട. ഗ്രേഡ് 3 ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആവും വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയിരിക്കും. അത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരാളെ, എന്ത് ഗ്രേഡ് ഞങ്ങൾക്ക് ഒരുപാട് ലോ ഗ്രേഡാണ് അപ്പോൾ ആവുമെന്നൊക്കെ ചോദിച്ചിട്ടില്ല. അതൊരു ധൈര്യമായിട്ട് ചിലരിങ്ങനെ അയ്യോ ഇനി ഗ്രേഡ് മോശമായിട്ട് നമുക്ക് ഇത് വേണ്ട വേറെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗ്രേഡ് 3 ഗ്രേഡ് 1 നമ്മളത് കളയേണ്ട കാര്യമില്ല. കാര്യം അത് മാത്രമല്ല അത് ട്രാൻസ്ഫർ ചെയ്ത് ഈസി അല്ലേ. ട്രാൻസ്ഫർ നോക്കിയിട്ട് ശരിയായില്ലേ പിന്നെ ചെയ്യാം. ഒരു മാസം കാര്യമില്ലേ ഉള്ളൂ. സബൈൻ ഹോസ്പിറ്റലിൽ നിക്യു വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നിക്യുവിനെ പറ്റി. നിക്യു ഇപ്പം നമ്മൾ നല്ലൊരു IVF സെൻറ്ററിൽ ഡെലിവറി ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല NICU ആവശ്യമുണ്ട്. കഴിഞ്ഞാലേ നമുക്കെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിവിടെ ഒരു 550 gram ബേബീസ് വരെ നമുക്ക് ഈസിലി നമുക്ക് സാലറി ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം കിട്ടണമെന്നില്ല, ശരി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നല്ലൊരു നിയോട്രോളജി ടീമുണ്ട്. അതാണ് ഒരു ബാക്ക് ബോൺ. നിയോട്രി ഡോക്ടർ ജഗന്തും ഡോക്ടർ ചിന്നു അവരുടെ നേതൃത്വത്തിൽ നല്ലൊരു ടീമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ NICU നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് നല്ല അതിനകത്ത് ഒരുപാട് ബെഡും ഉണ്ട്. നമുക്ക് വെന്റിലേറ്റേഴ്സ് ആയിട്ട് അഡ്വാൻസ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്റേഴ്സും അതിനകത്ത് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ടീമും നമ്മുടെ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ബാക്കി എല്ലാ സ്റ്റാഫും കൂടെയാണ് അതിൻ്റെ സ്ട്രെങ്ത്. NICU നമുക്കൊരു ഹോസ്പിറ്റൽ ബാക്ക് ബോൺ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ഏത് വെയിറ്റ് കുറഞ്ഞ കുഞ്ഞിനെയും എടുത്ത് അവിടെ NICU കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടേണ്ടതാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും കിട്ടാറില്ല. ചില കുട്ടികൾ നമുക്ക് മിസ് ചെയ്യും. പക്ഷേ നമുക്ക് ട്രൈ ചെയ്യും. മാക്സിമം ഇവിടെ കൊണ്ടുപോയാലും കിട്ടേണ്ടതാണെന്നാണെങ്കിൽ അവിടെ കിട്ടും. ഒരു ഫീലിംഗ് നമുക്കുണ്ട്. അപ്പം എത്ര വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളെ, എത്ര ആഴ്ചകൾ വളരെ കുറവ് ആഴ്ചകളുള്ള കുഞ്ഞുങ്ങളെ വരെ ഈ നിക്യുവിൽ നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്? നമ്മൾ 23-24 വീക്സ് വരെ അത് തൊട്ടുള്ള മാനേജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 24+6 വരെ ഉള്ളതൊക്കെ നമുക്ക് കുട്ടി ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 550 grams ആണ്. നിക്യുവിന്റെ കോസ്റ്റിനെ പറ്റി ഒന്ന് പറയാമോ?
നിക്കു കുറച്ച് എക്സ്പെൻസീവ് ആണ് നിക്കു പൊതുവെ. കാര്യം അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്പോസിബിൾ ആണ്, എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ആണ്. പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ ഈ പേഷ്യൻ്റ് റേഷ്യോ 1:1 ആണ് യൂഷ്വലി. അപ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നമുക്കിവിടെ എത്രയും ഈ കുറച്ച് കഴിഞ്ഞാൽ 40 ബെഡ് NIC ആയതുകൊണ്ട് പൊതുവെ കുറച്ച് മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറവാണ്. ഹോസ്പിറ്റലിൽ കുറേ ഫോട്ടോസ് സ്റ്റിക്കേഴ്സ് ഒക്കെ കണ്ടു. സ്റ്റെം സെൽ കളക്ഷനെ പറ്റി അതിനെപ്പറ്റിയാണ് പറയുന്നത്. സ്റ്റെം സെൽ കളക്ഷൻ ആക്ച്വലി ബേസിക്കലി നമ്മൾ ആ സ്റ്റെം സെൽ, എനിക്ക് അതിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാനല്ല, അതാണ് എൻ്റെ കറക്റ്റ്. നല്ലതാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാവാം, പക്ഷേ ഈ പറയുന്ന അത്ര ഹൈപ്പ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? അങ്ങനെ ഒരുതായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചില അവർ ഈ ചെയ്തതായിട്ടൊന്ന് ഇടയ്ക്ക് വന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ. അതുകൊണ്ട് പക്ഷേ ഇത് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വേണമെന്നുള്ളവർക്ക് സ്റ്റെം സെൽസ് നമ്മൾ എടുത്തു കൊടുക്കും. ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ തടസ്സപ്പെടുന്നില്ല. പക്ഷേ നമ്മളങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. അവർ പറയുന്നത് പക്ഷെ നമ്മളങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. അഡ്വൈസ് ചെയ്യാറില്ല. ഇത്രയും ടൈം ഡോക്ടർ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഇത്രയും ടൈം ഡോക്ടറിന് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വന്നൊരു അനുഭവം ഏറ്റവും ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഡോക്ടർ. ഏതായാലും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഇത്രയും ഇതെല്ലാം എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. കാര്യം IVF-നും ചികിത്സയ്ക്കും, IVF ഇല്ല ചികിത്സയ്ക്ക് വരാനിരിക്കുന്ന ഒരു രോഗിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ധാരണകളൊക്കെ മാറിക്കിട്ടും, തെറ്റായ ധാരണ മാറിക്കിട്ടും. അങ്ങനെ ഉപയോഗപ്രദമായ ചോദ്യങ്ങളാണ് ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വളരെ അധികം അഭിനന്ദനം ഞാൻ തരണം. അത് വളരെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഫീൽഡും ടച്ച് ചെയ്തിട്ടുണ്ട്. NICU, സ്റ്റെം സെൽ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകം കൺഗ്രാജുലേറ്റ് യു ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം ദെയർ. കുട്ടികൾക്കും എല്ലാം ഞാൻ നല്ലൊരു ഭാവി, നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഡോക്ടർ.